ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. മിഷൻ ഇമ്പോസിബിൾ ദ ഫൈനൽ റെക്കണിംഗ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു 2 സ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. 2 ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ തണ്ടൽ എന്ന് പറഞ്ഞ പടം നല്ല റിലീസിന് എത്തിയിട്ടുണ്ടായിരുന്നു. നാഗചൈതന്യം സായി പല്ലവിയും മെയിൻ കഥാപാത്രം എത്തുന്ന പടമാണ്. അതിൻ്റെ കേരളത്തിലത്തെ തിയേറ്റർ ലിസ്റ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും പടത്തിന് ഒരു ആവറേജ് അഭിപ്രായമാണ് കൂടുതലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ മിക്സഡ് ആയിട്ടുള്ള രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അർത്ഥം. പിന്നെ ദാവീദ് എന്ന് പറഞ്ഞിട്ടുള്ള ആന്റണി വർഗീസ് ഉൾപ്പെടെ വരാൻ പണം. അവിടുത്തെ ഇടക്കൊച്ചി ഇഷ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് പുറത്തിറങ്ങിയത്. പാട്ട് നല്ല പാട്ടായിട്ടാണ് തോന്നി. എന്തായാലും 2 മില്യൺ പ്ലസ് വ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മടിരാജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ സോങ് പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ 10 days to go പോസ്റ്റർ വന്നിരുന്നു. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ സുധാകര ഈ പരശക്തി എന്ന് പറഞ്ഞിട്ടുള്ള SK25 ശിവാർത്തേന് രവിമോഹനും അഥർവ ശ്രീലീല അവരൊക്കെ അഭിനയിക്കുന്നതാണ്. ആ പടത്തിന് ശേഷം ധ്രുവിക്രമിനെ വെച്ചിട്ടായിരിക്കും പടം എടുക്കുക എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ 2K ലവ് സ്റ്റോറി എന്ന് പറഞ്ഞ പടത്തിലത്തെ 4th സിംഗിൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതുവരെ ഈ ഉലകമോ എന്നാണ് പാട്ടിന്റെ പേര്. പിന്നെ കാതലിക്ക നേരമില്ല എന്ന് പറഞ്ഞിട്ടുള്ള രവിമോഹൻ അഭിനയിച്ച പടം നെറ്റ്ഫ്ലിക്സിലൂടെ ഫെബ്രുവരി 11 റിലീസ് ആവുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ആളുടെ ഇനി അടുത്തൊരു പടത്തിൽ വെട്രിമാരും അത് എഴുതിയിട്ടുള്ള ഗൗതം വാസ്തുമേനോൻ ഡയറക്ഷൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പടം ഉണ്ടാവും എന്നുള്ള പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും ഒരു ഗംഭീര സ്റ്റോറി എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ AGS എന്റർടൈൻമെന്റിന്റെ ആദ്യത്തെ ഹിന്ദി പടം ലവയപ്പ എന്ന് പറഞ്ഞിട്ടുള്ള പടം അത് ഫെബ്രുവരി 7 പുറത്തിറങ്ങുമെന്ന് പറഞ്ഞിരുന്നു. എന്നുവെച്ചാൽ ഇന്നലെ എന്തായാലും പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ധൂം ധാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം നെറ്റ്ഫ്ലിക്സിലൂടെ ഫെബ്രുവരി 14 പുറത്തിറങ്ങുമെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. സംക്രാന്തി ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ 25 ഓടിൻ്റെ ഒരു പോസ്റ്റർ വന്നു. പിന്നെ എക്സ് റിയൂണിയൻ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഫെബ്രുവരി 10 പുറത്തിറങ്ങുമെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ചാവ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ 8 days to go പോസ്റ്റർ വന്നിരുന്നു. അതുമാതിരി 7 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ പടത്തിലത്തെ ആയരെ തൂഫാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടും പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ജുറാസിക് വേൾഡ് എന്ന് വെച്ചാൽ ജുറാസിക് പാർക്കിന് ശേഷം ജുറാസിക് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രിലോജിയും അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന് പറഞ്ഞിട്ട് സംഭവം വരുന്നുണ്ട് തന്നെയിരുന്നു. എന്തായാലും ജൂലൈയിലാണ് പടം റിലീസാകാൻ വന്നത്. അപ്പോൾ ഇതിലും മെയിൻ കഥാപാത്രം ഇരുന്നത് സ്കാർലറ്റ് ജോഹാൻസനും മഹർഷാല അലിയും ജോനാഥൻ ബെയിലിയും ഒക്കെയാണ്. എന്തായാലും ഇതിന് ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞാണ് ഇത് നല്ല ട്രെയിലർ ആയിട്ടാണ് തോന്നിയത്. പിന്നെ തെലുസു കട എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. സിദ്ധു അതേമാതിരി രാശികണ്ണ ശ്രീനിധി ഷെട്ടി ഇവരൊക്കെയാണ് മെയിൻ കഥാപാത്രങ്ങളായി എത്തുന്നത്. പിന്നെ ജാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സിദ്ധുവിന്റെ പടത്തിൽ തന്നെ ടീസർ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ കിങ്സ്റ്റൺ എന്ന് പറഞ്ഞ പടത്തിന്റെ ഡബ്ബിംഗ് നടന്നുകൊണ്ടിരിക്കാനുള്ള അറിയിച്ചിട്ടുണ്ട്. ജയപ്രകാശിന്റെ പടമാണ്. പിന്നെ ബ്രഹ്മൻസ് എന്ന് പറഞ്ഞ പടത്തിന്റെ 7 days to go പോസ്റ്റർ വന്നു. അതേമാതിരി പൈങ്കിളി എന്ന് പറഞ്ഞ പടത്തിന്റെ 7 days to go പോസ്റ്റർ വന്നു. പിന്നെ പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലറും പുറത്തിറങ്ങിയിട്ടുണ്ട്. നല്ല ട്രെയിലർ ആയിട്ടാണ് തോന്നി. ജിത്തുമാധവനാണ് പടത്തിന്റെ കഥ എഴുതിയിട്ടുള്ളത്. എന്തായാലും ഗംഭീരമാണെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ ദ ഡിപ്ലോമേറ്റ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഒഫീഷ്യൽ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. മാർച്ച് 7 പടം പുറത്തിറങ്ങിയ. പിന്നെ നിറം മാറും ഉലകിൽ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലത്തെ ഏകൻ എന്ന് പറഞ്ഞ ആളുടെ പേര് റായ്പ എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. അതേമാതിരി ഭരതിരാജ എന്ന് പറഞ്ഞ ആളുടെ പേരും റായ്പ എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ വടിവക അരസിയുടെ പേര് കുഴന്തൈ എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ മുല്ല അരസിയുടെ പേര് കുഴന്തൈ എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താ അറിയില്ല, ഇവർക്കൊക്കെ ഒരേ പേര് തന്നെ വന്നിട്ടുള്ളത്. ചിലപ്പോൾ വേറെ 2 കാലഘട്ടത്തിലുള്ള കഥ രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. പിന്നെ അമരൻ എന്ന് പറഞ്ഞ പടത്തിന്റെ 100 തിയേറ്ററിലോടിന്റെ ഒരു പോസ്റ്റർ ഉണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ശിവാർത്തിനും സായി പല്ലവി അതേമാതിരി രാജ്കുമാർ പെരിയസ്വാമി ജി പ്രകാശ് പിന്നെ കമൽഹാസൻ. ഈ പടത്തിന്റെ രാജ്കമൽ ഫിലിം ഇന്റർനാഷണലാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കമൽഹാസന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. അങ്ങനെ എന്തായാലും 100 തിയേറ്ററിൽ ഓടിയേണ്ട ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ലൈല എന്ന് പറഞ്ഞ പടത്തിന്റെ 7 days to go പോസ്റ്റർ വന്നു. പിന്നെ ദ ഡോർ എന്ന് പറഞ്ഞിട്ടുള്ള ഭാവന അഭിനയിക്കുന്ന പടത്തിന്റെ വേൾഡ് വൈഡ് തിയേറ്ററിക്കൽ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് സഫയർ സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ മസാക്ക എന്ന് പറഞ്ഞിട്ടുള്ള പടം ആ പടം ഫെബ്രുവരി 26 വേൾഡ് വൈഡ് ആയിട്ട് റിലീസ് ആവുമെന്നുള്ള അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ആക്കി. പിന്നെ 2K ലവ് സ്റ്റോറി എന്ന് പറഞ്ഞ പടത്തിന്റെ ഓഡിയോ ലോഞ്ച് നടന്നിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ നിലാവുക്ക് എന്മേൽ എന്നാടി കോപം എന്ന് പറഞ്ഞിട്ടുള്ള ധനുഷ് ഡയറക്ട് ചെയ്യുന്ന 3ാമത്തെ പടം ആ പടം ഫെബ്രുവരി 21 റിലീസ് ആവുമെന്നുള്ള അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ റെട്രോ എന്ന് പറഞ്ഞിട്ടുള്ള സൂര്യയുടെ പടം കാർത്തിക് സുബിരാജ് എടുക്കുന്ന പടമാണ്. സന്തോഷ് നാരായണനാണ് ആ മ്യൂസിക് നിന്ന്. അപ്പോൾ അതിന്റെ ഓഡിയോ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് T Series ആണെന്നുള്ള അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ശമ്പാല എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലത്തെ സ്വാസികയുടെ പേര് വസന്ത എന്നുള്ള അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ആക്കി. പിന്നെ ദേവ എന്ന് പറഞ്ഞ പടം 48.03 കോടി വേൾഡ് വൈഡ് നേടിയിട്ടുള്ള അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ആക്കി. പിന്നെ കാഞ്ചന 4 എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് ഇന്നലെ തുടങ്ങി എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും തുടങ്ങിയിട്ടുണ്ടാവും. ഈ വർഷം തന്നെ പടത്തിന്റെ റിലീസ് ഉണ്ടാവും. പിന്നെ കണ്ണപ്പ എന്ന് പറഞ്ഞ പടത്തിന്റെ ഓഡിയോ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് T Series ആണെന്നുള്ള അറിയിച്ചു. പിന്നെ 1990s എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ തിയേറ്ററിക്കൽ ട്രെയിലർ 10 എന്ന് വെച്ചാൽ മറ്റന്നാൾ 6/6 പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ടിക്കറ്റ് ആക്കാന്ന് പറഞ്ഞിട്ടുള്ള ആസിഫ് അലി അഭിനയിക്കുന്ന പടത്തിന്റെ ഷൂട്ട് കൊണ്ട് തുടങ്ങാൻ പോവാണ് ഈ മാർച്ച് 3rd വീക്കിലൊക്കെ ആയിട്ട്. എന്ന് വെച്ചാൽ അടുത്ത മാസം ലാസ്റ്റ് ആ സമയമൊക്കെ ആകുമ്പോൾ. പിന്നെ ഡൊമിനിക് ആൻഡ് ലേഡീസ് വേസ് എന്ന് പറഞ്ഞ പടം 3rd വീക്കിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ സന്തോഷ് ട്രോഫി എന്ന് പറഞ്ഞിട്ടുള്ള വിപിൻ ദാസ് പൃഥ്വിരാജിനെ വെച്ച് ഇടുന്ന പടം അവിടത്തിന് പ്രീ പ്രൊഡക്ഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വിപിൻ ദാസ് ഒരു ഫോട്ടോ പങ്കുവെച്ചിരുന്നു. ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടില്ല, എന്തായാലും പറഞ്ഞെന്നുള്ളൂ. പിന്നെ ജിത്തു ജോസഫ് ആസിഫ് അലിനെ വെച്ചിട്ടാണ് ഇപ്പോൾ പടം എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിന് ശേഷമുള്ള പടങ്ങളിൽ ഒരു പടം പൃഥ്വിരാജിനെ വെച്ചിട്ടുണ്ടാവും എന്നുള്ള പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്നുവെച്ചാൽ മെമ്മറീസ് എന്ന് പറഞ്ഞ പടത്തിന് ശേഷം വീണ്ടും ഒന്നിക്കുന്നുള്ള രീതിയിൽ. പിന്നെ ബേസിൽ ജോസഫ് സൂര്യനെ വെച്ചിട്ട് പടം എടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അതല്ലാതെ ഇപ്പോൾ വേറെ ഒന്ന് കേൾക്കുന്നുണ്ട്. അല്ലു അർജുനെ വെച്ചിട്ട് ആൾ പടം എടുക്കാൻ പോകുന്നുണ്ട്. അല്ലു അർജുനോട് കഥ പറഞ്ഞ് ആൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്നുള്ള അറിയില്ല. എന്തായാലും AA22 എന്നുവെച്ചാൽ ഈ പുഷ്പ 2 എന്ന് പറഞ്ഞ പടത്തിന് ശേഷം അടുത്തായിട്ട് റിലീസിനാവാൻ പോകണം പടം. ആ പടത്തിന്റെ അനൗൺസ്മെന്റ് ഈ മാർച്ച് 30 ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും കണ്ടറിയാം. പിന്നെ മാർക്കോ എന്ന് പറഞ്ഞ പടം 50 തിയേറ്ററിൽ ഓടിയേണ്ട ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. എന്തായാലും പോസ്റ്റർ സ്ക്രീനിൽ കാണിക്കാം. കേരളത്തിൽ നിന്ന് ഈ പടം 42.20 കോടിയാണ് നേടിയിട്ടുള്ളത്. വേൾഡ് വൈഡ് ആയിട്ട് 103 കോടിയുടെ മുകളിലേക്കും കളക്ഷൻ ആയിട്ടുണ്ട്. എന്തായാലും പടത്തിന്റെ OTT റിലീസ് ഫെബ്രുവരി 14 പിന്നെ മോഹൻലാലിന്റെ തുടരും എന്ന് പറഞ്ഞിട്ടുള്ള മെയ് 1st വീക്കിലോ അല്ലെങ്കിൽ 2nd വീക്കിലോ ഒക്കെ ആയിട്ടായിരിക്കും റിലീസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ഒഫീഷ്യലായിട്ട് അനൗൺസ്മെന്റ് ഒന്നും വന്നിട്ടില്ല. മിക്ക റിയാലിറ്റി എമ്പുരാൻ എന്ന് പറഞ്ഞ പടത്തിന് ശേഷമായിരിക്കും അനൗൺസ്മെന്റ് ഉണ്ടാവുമെന്ന് തോന്നുന്നു.
പിന്നെ SSMP 29 സൂപ്പർ സ്റ്റാർ അശോകിൻ്റെ SS രാജമൗലി എടുക്കുന്ന പടം. ആ പടത്തിൽ നായികയായിരുന്ന പ്രിയങ്ക ചോപ്ര എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ പടത്തിൽ ആൾ നായികയായിട്ടില്ല വില്ലത്തിയായിട്ടാണ് എത്തുന്നതാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ നെഗറ്റീവ് ഷെയ്ഡിലാണ് പ്രിയങ്ക ചോപ്ര ഇരുന്നത് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ ടോക്സിക് എന്ന് പറഞ്ഞിട്ടുള്ള യശ് അഭിനയിക്കുന്ന പടം ഗീതു മോഹൻദാസ് എടുക്കുന്ന പടമാണ്. അവിടത്തിന്റെ ഗോവയിലത്തെ ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതുമാതിരി ഇനി അടുത്ത ഷെഡ്യൂൾ ബാംഗ്ലൂരിലാണ് തുടങ്ങുന്നത് എന്നുള്ളതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിന് സെറ്റ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഷെഡ്യൂളിൽ നയൻതാരയും കിയാര അഡ്വാനിയും ഉമ ഖുറൈഷും അതേമാതിരി താര സുതാരിയ എന്ന് പറഞ്ഞിട്ടുള്ള ആളും ഇവരൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ പടത്തിൽ ഷാരൂഖ് ഉണ്ടാവും എന്നുള്ള റൂമറൊക്കെ കേൾക്കുന്നുണ്ട്. ക്യാമിയോ ആയിട്ട് ഉണ്ടാവും എന്നുള്ളതൊന്നും അറിയില്ല, എന്തായാലും കണ്ടറിയാം. പിന്നെ സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രഭാസ് അഭിനയിക്കുന്ന പടം സന്ദീപ് റെഡ്ഡി വാങ്കാണ് പടം ഡയറക്ഷൻ ചെയ്യുന്നത്. അവിടത്തിന്റെ പൂജ ഈ മാർച്ച് 30 ഉഗടി സ്പെഷ്യലൊക്കെ ആയിട്ട് ഉണ്ടാവും എന്നുള്ള കേൾക്കുന്നുണ്ട്. പിന്നെ പടത്തിലത്തെ ഒരു വില്ലൻ സെയ്ഫ് അലി ഖാൻ ആയിരിക്കും എന്നുള്ളതൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പിന്നെ മൃണാൽ താക്കൂറാണ് പടത്തിൽ നായിക എന്നുള്ളത് കേൾക്കുന്നുണ്ട്. എന്തായാലും പടത്തിന്റെ സെക്കൻഡ് പാർട്ടിനുള്ള ഡിസ്കഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ഉണ്ണിമുന്ത ഉണ്ടാവും എന്നുള്ളതും കേൾക്കുന്നുണ്ട്. ഇതൊക്കെ റൂമറായി വരുന്നതാണ്. എന്തായാലും കുറച്ച് അനൗൺസ്മെന്റ് ഒക്കെ വരട്ടെ, എന്നറിയാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ സിക്കന്ദർ എന്ന് പറഞ്ഞിട്ടുള്ള സൽമാൻ ഖാൻ അഭിനയിക്കുന്ന പടം യാർമുരുഖദാസാണ് പടം എടുക്കുന്നത്. ഈ ഇതിന് പുറത്തിറങ്ങാനുള്ള പടമാണ്. എന്തായാലും ഈ പടത്തിന്റെ ഷൂട്ട് ഫെബ്രുവരി ലാസ്റ്റോട് കൂടിയിട്ട് കംപ്ലീറ്റ് ആവുന്നതാണ് കേൾക്കുന്നത്. പിന്നെ പടത്തിലത്തെ ഫസ്റ്റ് സിംഗിൾ ഈ ഫെബ്രുവരി 2nd വീക്കിൽ എന്നുവെച്ചാൽ ഈ മാസം തന്നെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. പിന്നെ വിടാമുയർച്ചി എന്ന പടത്തിന്റെ കേരളത്തിലത്തെ ഫസ്റ്റ് ഡേ കളക്ഷൻ 1.35 കോടിയാണ് കിട്ടിയിട്ടുള്ളത്. 2025 ഓപ്പണിംഗ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിലെടുക്കുന്ന രേഖാചിത്രമാണ് 1.92 കോടിയായിട്ട്. രണ്ടാം സ്ഥാനത്ത് ഡൊമിനിക് ലേഡീസ് ഫേഴ്സ് ആണ് 1.85 കോടിയായിട്ട്. മൂന്നാം സ്ഥാനത്ത് ഐഡന്റിറ്റി ഉണ്ട് 1.80 കോടിയായിട്ട്. നാലാം സ്ഥാനത്ത് പ്രാവിൻകൂടി ചാപ്പാണ് 1.70 കോടിയായിട്ട്. കഴിഞ്ഞിട്ട് 5ാം സ്ഥാനത്താണ് വിടാമുയർച്ചി എടുക്കുന്നത് 1.35 കോടിയായിട്ട്. പിന്നെ ഈ വിടാമുയർച്ചി എന്ന് പറഞ്ഞ വേൾഡ് വൈഡ് കളക്ഷൻ ഫസ്റ്റ് ഡേയിൽ 61 കോടിയുടെ അടുത്താണ് വന്നിട്ടുള്ളതെന്നാണ് കേൾക്കുന്നത്. അത്യാവശ്യം നല്ല കളക്ഷൻ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പടത്തിനും മിക്സഡ് റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കൂടുതലും ഒരു ആവറേജ് എന്നുള്ള ലെവലൊക്കെ കേൾക്കുന്നുണ്ട്. 1 ടൈം വാച്ച് എന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ എന്തായാലും കണ്ടിട്ടില്ല. ബാക്കിയുള്ളവരുടെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വിജയ് ദേവരകൊണ്ടയുടെ 12ാമത്തെ പടം VD12 ആ പടം 2 പാർട്ടിലായിട്ടാണ് വരിക എന്നുള്ളത് കേൾക്കുന്നുണ്ട്. അതും രണ്ട് സ്റ്റോറി ആയിട്ട് എന്നുവെച്ചാൽ ഒന്നിന്റെ ബാക്കിയായിട്ടല്ല രണ്ടാം ഭാഗം. ഒന്നിൽ വേറെ കഥയും രണ്ടാമത്തേതിൽ വേറെ കഥയുമായിട്ടായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും 10 to 15% മാത്രമേ ഇനി ഷൂട്ട് ബാക്കിയുള്ള പടത്തിന്റെ. മെയ് 30 റിലീസ് ഡേറ്റ് ആയി പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ഇതിന്റെ ടൈറ്റിലും ടീച്ചറും ടൈറ്റിൽ ടീച്ചർ ആയിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ ടൈറ്റിലായിട്ട് വേറെ ഇറക്കിയിട്ടുണ്ടാവും, ടീച്ചറായിട്ട് വേറെ ഇറക്കിയിട്ടുണ്ടായിരിക്കാം. അത് ഈ 12ാം തീയതി ഈ മാസം തന്നെ 12ാം തീയതി റിലീസ് ആകുമെന്ന് അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഈ ടീച്ചറിൽ NTRന്റെ വോയിസ് ഓവർ ഉണ്ടാവും എന്നുള്ള കേൾക്കുന്നുണ്ട്. അതൊന്നും കൺഫേം ആയിട്ടില്ല, ചിലപ്പോൾ ഉണ്ടായേക്കാം. പിന്നെ മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന് പറഞ്ഞ പടം ഈ ഫെബ്രുവരി 14ാം തീയതി റിലീസ് അനൗൺസ് ചെയ്തായിരുന്നു. പക്ഷേ അത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞതാണ്. എന്തായാലും ഇപ്പോൾ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. പുതിയത് April 10. മുന്നേ പറഞ്ഞായിരുന്ന പോലെ തന്നെ വിഷുവിനാണ്. April 10 പടം റിലീസ് ആകാൻ പോകുന്നത്. ഗംഭീര പോസ്റ്ററാണ് അതിന് വേണ്ടിയിട്ട് അവർ പുറത്തിറക്കിയിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ടീച്ചറിൽ കണ്ട സംഭവം തന്നെയാണ്. പക്ഷേ ഈ പോസ്റ്ററിലത്തെ സ്റ്റില് വേറെ ലെവലായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പോസ്റ്ററിനെ കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യാം. പിന്നെ പടം കേരളത്തിൽ മാത്രം 350 സ്ക്രീനിലും കൂടുതലാണ് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ആ സമയത്ത് ഇറക്കി കഴിഞ്ഞാൽ നല്ലൊരു കളക്ഷൻ തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പോസിറ്റീവ് റെസ്പോൺസ് കൂടി വന്നു കഴിഞ്ഞാൽ കിള്ളനായിരിക്കും. പിന്നെ മമ്മൂട്ടീനെ വെച്ചിട്ട് ടീനു പാപ്പച്ച ഒരു പടം എടുക്കുന്നുണ്ട് എന്നുള്ള കേൾക്കുന്നുണ്ട്. അത് ഏകദേശം കൺഫേം ആയ രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും കണ്ടറിയാം വരില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഉണ്ടാവുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും ബൈ.